ടോപ്പ് ലൈ ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 പരമ്പര നാളെ ആരംഭിക്കും. മൊഹാലിയിലാണ് ആദ്യ മത്സരം നടക്കുക. ആദ്യ T20 മാച്ച് ഇന്ത്യൻ സമയം 7 മണിക്കാണ് ആരംഭിക്കുക. ഈ മാച്ച് ലൈവായി സ്പോർട്സ് 18ലും ഫ്രീ ആയി ജിയോ സിനിമ ആപ്പിലും ആരാധകർക്ക് കാണാൻ സാധിക്കും. ഇന്ന് നടന്ന പ്രസ് കോൺഫറൻസിൽ ഇന്ത്യൻ കോച്ച് രാഹുൽ ദ്രാവിഡ് പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്. ആദ്യ T20 മാച്ചിൽ വിരാട് കോഹ്ലി കളിക്കില്ല, പേഴ്സണൽ റീസണാണ് എന്നാണ് രാഹുൽ ദ്രാവിഡ് വ്യക്തമാക്കിയത്. വിരാട് കോഹ്ലി ബാക്കി 2 T20 മാച്ചിലും കളിക്കും. രോഹിത് ശർമ്മയും ജയ്സ്വാളും ഓപ്പൺ ചെയ്യുമെന്നാണ് താരം പറഞ്ഞത്. ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയും ഓപ്പൺ ചെയ്യുമെന്നാണ് എല്ലാവരും കരുതിയതെങ്കിലും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷൻ വരുന്നത് കൊണ്ടായിരിക്കാം രോഹിത് ശർമ്മയും ജയ്സ്വാളും ഓപ്പൺ ചെയ്യുക. കൂടാതെ റിങ്കു സിംഗിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് രാഹുൽ ദ്രാവിഡ് ഇപ്രകാരം പറഞ്ഞത്. ഇത് റിങ്കു സിംഗിന്റെ ഇന്റർനാഷണൽ കരിയറിന്റെ തുടക്കമാണ്. കിട്ടുന്ന അവസരങ്ങളെല്ലാം താരം മുതലാക്കുന്നുണ്ട്. ഈ T20 മാച്ചുകളിലും നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ T20 വേൾഡ് കപ്പിലും താരത്തെ ഉൾപ്പെടുത്താൻ സാധിക്കും. കൂടാതെ അഫ്ഗാനിസ്ഥാൻ ടീമിനെ വില കുറച്ച് കാണുന്നില്ല. അവർക്ക് നല്ല സ്പിന്നർമാരുണ്ട്. വേൾഡ് കപ്പിൽ ഇന്ത്യയിൽ അവർ അത് തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് വളരെ മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കാൻ ശ്രമിക്കും. ശ്രേയസ് അയ്യരെയും ഇഷാൻ കിഷനെയും ടീമിൽ ഉൾപ്പെടുത്താത്തത് ഇഷാൻ കിഷൻ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ മൂലം അവധിയെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് താരത്തെ ടീമിൽ ഉൾപ്പെടുത്താത്തത്. ശ്രേയസ് അയ്യർ ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഈ T20 ടീമിൽ താരത്തിനുള്ള ബാറ്റിംഗ് പൊസിഷനിൽ ഇടമില്ല. അതുകൊണ്ട് തന്നെയാണ് താരത്തെയും T20 സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.